റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ബസുക്ക എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സിനിമയിലെ തന്നെ ഒരു ഡയലോഗ് നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ ഹൈ ലെവൽ ഗെയിം, അതാണ് ബസുക്ക എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ നമുക്കറിയാം ഒരു ഗെയിം എന്നുള്ള രീതിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഓൺലൈൻ ഗെയിമിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇതിനകത്ത് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, അനാവശ്യമായിട്ടുള്ള സോങ്സ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് കുത്തിത്തിരികിട്ടില്ല എന്നുള്ളതാണ്. കാര്യം ആ സിനിമയുടെ കഥയുടെ ഒരു ഒഴുക്കിനെ ഒരു തരത്തിലും ബാധിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബസുക്ക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ഫൈറ്റ് സീനുകളിലൊക്കെ, അതുപോലെ എഡിറ്ററെ നമ്മൾ സമ്മതിക്കണം. കാര്യം കട്ട് ചെയ്ത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക, അല്ലാതെ നമുക്കൊരു ഇഴച്ചിലോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് എഡിറ്റർ അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ ഫൈറ്റ് എടുത്ത് പറയത്തക്ക രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ മമ്മൂക്കയുടെ ആ ഓരോ പഞ്ചും ആ ഇടിയുടെ ആ ഒരു ഊക്കെന്ന് പറയുന്നത് ഒരു സർവ്വശക്തി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൈയുടെ ഊക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഇടി കൊണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് അത് എത്രമാത്രം വേദന എടുക്കും, അല്ലെങ്കിൽ എത്രമാത്രം ഒരാളിൽ ആ ഇടി ഫീൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് മമ്മൂക്ക എടുത്തിരിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക്, ഇപ്പം സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം ഇതിനകത്ത് ചില സസ്പെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതൊക്കെ ആദ്യത്തെ ഷോയോടുകൂടി മിക്കവാറും ആൾക്കാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അറിയും. പക്ഷെ എന്നാലും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് നമ്മൾ മറ്റേതൊക്കെയോ സിനിമകളിൽ കാണാൻ കാത്തിരുന്ന, അല്ലെങ്കിൽ മറ്റേതൊക്കെ സിനിമകളിൽ കാണാൻ വെച്ചിരുന്ന ഒരു മമ്മൂക്കയാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റുന്നത്. അതായത് എന്താണ് അത് മാത്രമല്ല, ഇപ്പോൾ ബസുക്ക എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുമ്പേ ചില വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരും പങ്കുവച്ചിട്ടുള്ള ബസുക്ക എന്ന് പറയുന്ന ആ ഒരു ബസുക്ക അല്ല ഈ സിനിമയ്ക്കകത്ത്. എന്തുകൊണ്ട് ബസുക്ക എന്ന് പറയുന്ന ഒരു പേര് വന്നെന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് അത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം ഈ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ശകലം പോലും ഇഴച്ചില്ലാത്ത രീതിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ, മമ്മൂക്കയുടെ ഒരു ഇൻട്രോ തന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയെ കാണിക്കുമ്പോഴത്തേക്ക്, മമ്മൂക്കയെ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന മമ്മൂക്കയെ കാണിക്കുമ്പം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെ കഥാപാത്രങ്ങൾ മുന്നേ വന്ന് റിലീസ് ചെയ്ത് വളരെ വിജയകരമായിട്ട് പോയ, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെ അവിടെ ഡയറക്ടറുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, അങ്ങനെ കാണിച്ച് വിടുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന ആ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പം തീർച്ചയായിട്ടും ഓരോ മമ്മൂക്ക ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രയും വിഷ്വൽസിന് ശേഷം, അതായത് പഴയ കുറേ കഥാപാത്രങ്ങളെ കാണിച്ചതിന് ശേഷം ഈ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് എഴുതി കാണിക്കുമ്പം ഒരു രോമാഞ്ചം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഏതൊരു മമ്മൂക്ക ആരാധകനും സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട്. അതുപോലെ ഒരുപാട് സീനുകളിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് മമ്മൂക്കയെ ഒരു സിനിമയ്ക്കകത്തും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് കണ്ടിട്ടില്ല. കാര്യം ഇതൊരു ആകാംക്ഷയാണ്, ഒരു ത്രില്ലിംഗ് ആണ്, ഒരു ത്രില്ലറാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ഇതൊരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളിയാണ്, ഒരു കളിയിലൂടെ ഉള്ള കുറേ സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോൾ പറയാം, സിനിമ കണ്ടു തന്നെ തീരുമാനിക്കുക അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാര്യം അവരുടെ ചില ആൾക്കാരുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു കളിയാണ്. അതായത് നമ്മൾ പറഞ്ഞൊരു സൈക്കോ ആയിട്ടുള്ള ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അല്ലെങ്കിൽ കുറേ ആൾക്കാരും ചേർന്ന് ഉള്ള ശ്രമങ്ങളാണ് അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടാൻ വേണ്ടിയിട്ട്. അതല്ല ഈ പറഞ്ഞ കണക്ക് ഓൺലൈൻ ഗെയിമിലൂടെ, ഇപ്പോൾ ടെമ്പിൾ റൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറേ ഓൺലൈൻ ഗെയിമിലൂടെ ഉള്ള ഒരു കളിയാണ്. ആ കളിയിലൂടെയാണ് ഈ നമ്മൾ പറയുന്ന ഈ സൈക്കോയിലേക്ക് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് പലരുടെയും ബുദ്ധിപരമായിട്ടുള്ള കളി, ഇപ്പം മമ്മൂക്കയുടെ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഗൗതം വാസുദേവ മേനോന്റെ ഉൾപ്പെടെയുള്ള അങ്ങനെ പലരുടെയും ബുദ്ധിപരമായിട്ടുള്ള കളി. അത് ഹക്കീം ഷായ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഹക്കീം ഷായ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരും, ഷൈം ടോം ചാക്കോയെ പോലുള്ള വേണമെങ്കിൽ ഒരു ക്യാമിയോ എന്നൊക്കെ നമുക്ക് പറയാം, അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പോകുന്ന രീതിയിലുള്ള ഷൈം ടോം ചാക്കോയുടെ, അദ്ദേഹത്തിന് സിനിമയ്ക്കകത്ത് ഒന്നും ചെയ്യാനില്ല. പക്ഷേ മമ്മൂക്കയായാലും ഗൗതം വാസുദേവ മേനോനായാലും ഹക്കീം ഷായ് ആയാലും എനിക്ക് തോന്നി ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ലീഡ് ചെയ്യുന്നത് ഇവർ 3 പേരുമായിരിക്കും, ഇവരുടെ ക്യാരക്ടറുകളായിരിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള അതിഗംഭീരമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കഥ. പിന്നെ നമ്മൾ ഡിനോ ഡെന്നീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ആദ്യം പറയേണ്ടതാണെങ്കിൽ പോലും അത് ഇപ്പോൾ പറയുന്നത്, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്ത് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്ന ഡിനോ ഡെന്നിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു ഭാവിയുണ്ട്. കാര്യം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള കഥകൾ കണ്ടും കേട്ടും അടുത്തടുത്തുനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഓൺലൈൻ ഗെയിമിലും കൂടെ പറയുന്ന ഈ കഥ, ഇപ്പം ഓൺലൈൻ ഗെയിമിൽ കൂടുതൽ കളിക്കുന്ന ആൾക്കാർ, പബ്ജി പോലുള്ള അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളിനകത്ത്
കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ, ഇപ്പം നമ്മൾ ഇതുപോലുള്ള ഫ്രീ ഫയർ അങ്ങനെ കണ്ടൊക്കെ പറയുന്ന കുറേ കളി, എനിക്കറിയില്ല അത്തരത്തിലുള്ള ഗെയിമിനെ കുറിച്ച്, അങ്ങനെയുള്ള കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെയോ ഗെയിമുകൾ കളിക്കുന്ന ഈ കുട്ടികളെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ, ഇപ്പം നമ്മളെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ കണക്ക് ഈ ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു രസകരമായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ആകാംക്ഷയായിരിക്കും ഈ സിനിമയുടെ ഓരോ മുന്നോട്ട് പോക്കും. എങ്ങനെയായിരിക്കും ഈ സൈക്കോയിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതെന്ന്, അതിന് എന്തൊക്കെ സാങ്കേതികതയാണ് അവർ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതെന്നുള്ള രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു ക്ലൈമാക്സോടുകൂടി, കാര്യം നമ്മൾ ശരിക്കും അങ്ങനെ ആവണം ഒരു ക്ലൈമാക്സ് എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും. കാര്യം അല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും വേറൊരു രീതിയിലേക്ക് എൻ്റെ ക്ലൈമാക്സ് പോയായിരുന്നെങ്കിൽ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് നമ്മളൊക്കെ ഏതൊക്കെയോ സിനിമകളിൽ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ ഇനി ഏതൊക്കെയോ സിനിമകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂക്ക അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടേതെന്ന് മാത്രം ഞാനിപ്പോൾ പറയാം. ബാക്കി സിനിമ കണ്ടു തന്നെ തീരുമാനിക്കുക. ഏതായാലും ഈ വർഷത്തെ മമ്മൂക്കയുടെ ഡൊമിനിക്കിന് ശേഷം വരുന്ന ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് ബസുക്ക പോകുന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഒരു വലിയ വിജയമായി തീരട്ടെ ബസുക്ക. താങ്ക് യു.